ലൈവില് അനുമോളും അക്ബറും ആര്യനും അനീഷും തമ്മിൽ പൊരിഞ്ഞാടി. റീസൺ, അനുമോള് കിച്ചൺ ടീമിൻ്റെ അനുവാദം ഇല്ലാതെ ഒരു ക്യാരറ്റ് എടുത്ത് കഴിച്ചു. അപ്പോൾ ഇന്നലെ ഈ ജിസയിലും ആര്യനും സ്പെഷ്യലായിട്ട് ഫുഡ് എടുത്ത് കഴിക്കുന്നു, അനുവാദം ഇല്ലാതെ കിച്ചണിൽ കയറിയിട്ട് ഓരോന്ന് എടുത്ത് കഴിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ വലിയൊരു വഴക്ക് നടന്നിരുന്നു. അപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള അഭിലാഷും കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള പ്രവീണും ഒക്കെ പറഞ്ഞു, ഇനി കിച്ചൺ ടീമിൻ്റെ അനുവാദം ഇല്ലാതെ ഒന്നും തന്നെ ആരും കിച്ചണിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അനുമോൾ ഇന്നത് എടുത്ത് കഴിച്ച സമയത്ത് അവിടെ ആകെ പ്രശ്നമായി. ആര്യൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു, ജിസേൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇന്നലെ ബിന്നി ആയിരുന്നല്ലോ ആര്യനും ജിസേലിനും എതിരെ ഈ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് അനുമോൾ ക്യാരറ്റ് എടുത്ത് കഴിച്ചിട്ടും ബിന്നി ഒന്നും മിണ്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ആര്യനും ജിസേലും അക്ബറും ഒക്കെ കൂടെ ബിന്നിക്ക് നേരെ ചെല്ലുന്നു. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കുണ്ടാക്കുന്നു. ഇതിനിടയ്ക്ക് അനീഷ് വന്നിട്ട് പറയുന്നു, ഇന്നലെ ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടായതല്ലേ, അന്നേരം പറഞ്ഞതല്ലേ ആരും തന്നെ ഇങ്ങനെ കിച്ചണിൽ കയറിയിട്ട് എടുത്ത് കഴിക്കരുത് എന്നുള്ളത്, അത് അനുമോൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അനീഷ് അനുമോൾക്കെതിരെ സംസാരിക്കുന്നു. അപ്പോൾ ഈ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അനുമോളെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ അഭിലാഷും കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള പ്രവീണും കൂടെ വഴക്കുണ്ടാക്കുകയാണ്. നിന്നോട് ഇന്നലെ പറഞ്ഞിരുന്നതല്ലേ, നീ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളുടെ നേരെ ചെല്ലുമ്പോഴത്തേക്കിനും അനുമോൾ അവിടെ ചിരിച്ചുകൊണ്ടും അവരെ തിരിച്ച് കളിയാക്കി ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു കാര്യമില്ലാതെ അക്ബർ അവിടെ ഇരുന്ന് പറയുന്നു, ഓ നാളെ ജയിൽ നോമിനേഷൻ ആണല്ലോ അല്ലേ, അപ്പോൾ ജയിലിൽ പോയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ ഇത്തരം ഇത് ചെയ്തതെന്ന് പറയുന്നു. ഇത് കേട്ടതും അനുമോൾ എന്നിട്ട് അക്ബറിൻ്റെ അടുത്ത് പോയത്, അതേടാ ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാനാടാ വന്നത്, എനിക്കിവിടെ പൈസ തന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ ഞാനിവിടെ കണ്ടന്റ് ഉണ്ടാക്കും, നിനക്കെന്ത് കഴിവുണ്ട്, നീ ആകെ പാട്ട് പാടുന്നതല്ലേ ഉള്ളൂ, പാട്ടും ഡാൻസിനും ഒക്കെ ആണെങ്കിൽ വേറെ വല്ല പരിപാടിക്ക് പോകണം, ഏഷ്യാനെറ്റിൻ്റെ അതിന് വേറെ പരിപാടിയുണ്ട്, ആ പരിപാടിക്ക് പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബറിൻ്റെ നേരെ അങ്ങ് ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുകയാണ്. അപ്പം അക്ബർ തിരിച്ചു പറയുന്നു, നീ ഇവിടെ ക്യൂട്ട്നെസ് ഇട്ടിട്ടല്ലേ നിൽക്കുന്നത്, അത് എൻ്റെ കഴിവാടാ ക്യൂട്ട്നെസ് ഇടുന്നത്, നിനക്കെവിടെ ക്യൂട്ട്നെസ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അക്ബറിനെ ഇട്ട് നല്ലതുപോലെ പറയുന്നുണ്ട്. അതേപോലെ നിന്നെപ്പോലെ ഇങ്ങനെ കപ്പും പിടിച്ചുകൊണ്ട് ഇവിടെ വേറെ ഇറങ്ങാനല്ലടാ ഞാൻ വന്നത്, നീ ആ അടുപ്പിൻ്റെ മൂട്ടിൽ പോയിരിക്കും, ചൂട് കൊള്ളുമ്പോഴെങ്കിലും നിന്റെ ശരീരം ഒന്ന് അനങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബറിന് ഇനി പറയാനായിട്ട് ബാക്കിയൊന്നുമില്ല. അക്ബറിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അനുമോളുടെ അടുത്ത്, കാരണം ആ രീതിയിൽ അനുമോൾ അക്ബറിനെ പറയുന്നുണ്ട്. അങ്ങനെ ഈ അക്ബറിൻ്റെ അനുമോളിൻ്റെയും വഴക്കൊരു പൊടിക്ക് അടങ്ങിയ സമയത്താണ് ആര്യൻ പോയിട്ട് അനുമോൾക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാമെന്നുണ്ടെങ്കിൽ ഞാനും എടുത്ത് കഴിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയിട്ട് ആര്യനും ജിസേലും കൂടെ എന്തോ ഉപ്പുമാവ്, അത് അവർ തന്നെ എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ്, അതെടുത്ത് കഴിക്കുന്നു. അപ്പോൾ അനീഷ് അതിനെതിരെ സംസാരിക്കുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരാളൊരു തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആര്യൻ്റെ നേരെ സംസാരിക്കുന്ന സമയത്ത് ആര്യൻ തിരിച്ചിട്ട് അനീഷിനെ നീ പോടാക്കണാപ്പാന്ന് വിളിച്ചു. അപ്പം അത് നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് അനീഷ്. ഞാൻ നിന്റെ പിതാവിനെ സ്മരിക്കുന്നു എന്ന് ആര്യൻ. നിനക്ക് പിതാവെന്ന വാക്കിൻ്റെ അർത്ഥവും മാന്യതയും അറിയാമോ, അത് അറിയാത്തത് കൊണ്ടാണ് നീ അങ്ങനെ വിളിക്കുന്നതെന്ന് അനീഷ്. പക്ഷേ ആര്യൻ അതൊന്നും കേൾക്കാതെ ആവർത്തിച്ച് അനീഷിൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ നിന്റെ പിതാവിനെ സ്മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അനീഷ് ദേഷ്യം വന്നിട്ട്, നീ യഥാർത്ഥ യോദ്ധാക്കളെ കണ്ടിട്ടില്ല, നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാം, നീ മര്യാദയ്ക്ക് സംസാരിക്കാനായിട്ട് പഠിക്കണം, ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ വായിന്ന് നല്ല വർത്താനം വരണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്ക്. അങ്ങനെ ലൈവിൽ കുറച്ച് നേരം സംഭവ ബഹളമായിരുന്നു.